തിരുവനന്തപുരം അതിരൂപതയിലെ തുമ്പ സ്വദേശിയാണ് ഫാദർ ജോസഫ് എൽക്കിനച്ചൻ. KCSCയിൽ 4 വർഷമായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചു. തിരുവനന്തപുരം അതിസോണിൻ്റെ ആനിമേറ്ററായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കരിസ്മ മിനിസ്ട്രിയിലെ ആനിമേറ്ററും കൂടിയാണ്. പിന്നെ പുതുക്കുറിച്ചി സബ് സോണിൻ്റെ ആനിമേറ്ററായിട്ട് പ്രവർത്തിക്കുന്നു. അനുഗ്രഹവൻ സ്പിരിച്വൻ ആനിമേറ്ററായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ നല്ലൊരു ധ്യാന ഗുരുവാണ്. കേരളത്തിൻ്റെ പല ഭാഗത്തും ഇന്ത്യയുടെ പല ഭാഗത്തും പോയി നല്ല രീതിയിൽ അദ്ദേഹം ദൈവവചന പ്രഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൽ നിന്നും കിട്ടുന്ന പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിൽ എന്ത് പ്രവർത്തിക്കുന്നു എന്നറിയുന്നതിന് വേണ്ടിയാണ്. അത് നിങ്ങൾക്കൊരു ഗുണപ്രദമായി തീരട്ടെ. ഞങ്ങളുടെ ഈ എളിയ സന്ദേശം ഗുണകരമായി തീരുവാൻ നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛാ, ഞങ്ങളുടെ ഒരു ചെറിയൊരു തിരുസഭയെക്കുറിച്ചുള്ളൊരു ചോദ്യമാണ് ഞങ്ങളിപ്പോൾ ചോദിക്കുന്നത്. അതായത് തിരുസഭ എന്താണ് എന്നുള്ളതാണ് മെയിനായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അത് എന്നാണ് ഉത്ഭവം, അതിൻ്റെ തുടക്കം എന്നായിരുന്നു അത് എന്നുള്ളതിനെക്കുറിച്ചൊരു വ്യക്തത ഒന്ന് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രമാണ്. സ്നേഹിതരെ, സഭ എന്താണ്? ദൈവത്തിൻ്റെ പദ്ധതിയിലെ സഭ, അതിൻ്റെ പേരുകളും പ്രതീകങ്ങളും കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ സവിശേഷമായി വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഈ അറിയപ്പെടുന്ന സഭയുടെ രൂപീകരണം എങ്ങനെയാണെന്ന്. സഭ എന്ന വാക്ക് ലാറ്റിനിൽ പറയുന്നത് എക്ലേസിയ എന്ന ലാറ്റിൻ പദമാണ്. എക്ലേസിയ എന്ന പദത്തിൻ്റെ അർത്ഥം പുറത്തേക്ക് വിളിച്ചു വരുത്തുക എന്നർത്ഥമുള്ള ഗ്രീക്ക് ക്രിയയിൽ നിന്നാണ്. ഗ്രീക്കിൻ്റെ പദം ഉപയോഗിക്കുന്നത് ഇപ്രകാരമാണ്: എക്കലേൻ. അതാണ് എക്ലേസിയായി ലാറ്റിനിലേക്ക് മാറ്റപ്പെട്ടത്. അതിൻ്റെ അർത്ഥം വിളിച്ചു കൂട്ടപ്പെട്ട സമൂഹം എന്നാണ്. വിളിച്ചു കൂട്ടപ്പെട്ട സമൂഹമായി മതപരമായിട്ട് ബന്ധപ്പെടുമ്പോൾ മതപരമായി വിളിച്ചു കൂട്ടപ്പെട്ടവരുടെ സമൂഹമായി അത് രൂപാന്തരപ്പെടുന്നു. ഇത് പഴയ നിയമകാലത്തിലേക്ക് കടന്നു പോകുമ്പോൾ സീനായ് മലയിൽ വെച്ച് ദൈവം ഈ വിളിച്ചു കൂട്ടപ്പെട്ടവരുടെ സമൂഹത്തെ കൊടുക്കുന്ന ഓമന പേരുണ്ട്: ദൈവത്തിൻ്റെ സ്വന്തം ജനം, ഇസ്രായേൽ ജനം, വിളിച്ചു കൂട്ടപ്പെട്ട ദൈവത്തിൻ്റെ സ്വന്തം കൂട്ടം. ഇങ്ങനെയാകുമ്പോൾ പുതിയ നിയമത്തിലേക്ക് നാം ഒന്ന് കടന്നു വരുമ്പോൾ ഈ വിളിച്ചു കൂട്ടപ്പെട്ടവരുടെ ദൈവത്തിൻ്റെ സ്വന്തം ജനത്തെ സഭ എന്ന് വിളിച്ചത് കേട്ടുവളർന്ന് അപ്പോസ്തലന്മാർ കർത്താവായ യേശു ഉദ്ധാനം ചെയ്ത് സ്വർഗത്തിലേക്ക് പോയതിനു ശേഷം അവർ തങ്ങളുടെ കൂട്ടായ്മയെ വിളിച്ചത് സഭയെന്നാണ്. അങ്ങനെയാണല്ലോ അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ പുസ്തകത്തിൽ നാം കാണുന്നത് ആദിമ ക്രൈസ്തവ സഭ എന്ന്, ആദിമ ക്രൈസ്തവ കൂട്ടായ്മ എന്ന്. ഇത് കർത്താവായ യേശു മനുഷ്യനായി ലോകത്തിൽ അവതരിച്ച അപ്പോസ്തലന്മാരുടെ കൂടെ ജീവിച്ച സമയത്ത് പത്രോസിനെ സഭയുടെ നെടും തൂണാക്കി മാറ്റിക്കൊണ്ട് പറഞ്ഞു നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ: പത്രോസ്, നീ പാറയാകുന്നു, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ പണിതുയർത്തും. പത്രോസാകുന്ന പാറമേൽ പണിതുയർത്തപ്പെട്ടതാണ് ഇന്ന് നാം അംഗങ്ങളായിരിക്കുന്ന തിരുസഭ എന്ന് നമുക്ക് സംശയലേശമന്യേ പറയുവാനായിട്ട് സാധിക്കും. ഒരു സമ്മേളനത്തിൻ്റെ, ഒരു കൂട്ടത്തിൻ്റെ പിന്തുടർച്ച അവകാശികളാണ് നാം എന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുകയാണ്. ഈ ലോകത്തിൽ ദൈവം എല്ലാ സീമകളിൽ നിന്ന് വിളിച്ചു കൂട്ടപ്പെടുന്നവരെ വിളിക്കുന്ന പദമാണ് സഭ എന്ന് ആദ്യമായി ഗ്രീക്ക് പദത്തിൽ ഉപയോഗിച്ചിരുന്നത് കിരിയാക്കെ എന്ന വാക്കാണ്. അത് അർത്ഥമാക്കുന്നത് കർത്താവിനുള്ളത്, കർത്താവിൻ്റെ സ്വന്തം ജനത, കർത്താവിൻ്റെതായിട്ടുള്ളത് എന്നാണ് കിരിയാക്കെ എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം. ഈ അർത്ഥത്തിൽ തന്നെയാണ് അത് ഇംഗ്ലീഷിലോട്ട് തർജ്ജമ ചെയ്ത് വന്നപ്പോൾ ചർച്ച് ആയി രൂപാന്തരപ്പെട്ടത്. കിർക്കെ എന്ന് ജർമ്മൻ ഭാഷയിലും എന്ന് പറയപ്പെടുന്നത് കർത്താവിനുള്ളതാണ്. ക്രൈസ്തവ പാരമ്പര്യത്തിൽ സഭ എന്ന പദം 3 അർത്ഥത്തിൽ
നാം അറിയപ്പെടുന്നവരാണ്. ഒന്ന്, ആരാധനാ സമ്മേളനത്തെ സഭയെന്ന് വിളിക്കുന്നു. വിശ്വാസികളുടെ കൂട്ടായ്മയെ സഭയെന്ന് വിളിക്കുന്നു. പ്രാദേശിക സമൂഹത്തെ സഭയെന്ന് വിളിക്കുന്നു. ഇതെല്ലാം അടിസ്ഥാനമായി വന്നിരിക്കുന്നത് ദൈവവചനത്തിൽ തന്നെയാണ്. പൗലോസ്ലീഹ കൊരിന്ത്യർക്കെഴുതിയ എഴുതിയ 1-ാം ലേഖനത്തിൽ 15:9 ഗലാത്യർക്കെഴുതിയ 1-ാം അധ്യായത്തിൽ 13-ാമത്തെ വാക്യവും ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിൽ 3:6 ഈ വിവിധങ്ങളായ 3 തരത്തിലുള്ള അർത്ഥങ്ങൾ നിലനിൽക്കുന്ന സഭയെക്കുറിച്ചാണ് പറയുന്നത്. ഈ സഭയുടെ പ്രതീകങ്ങളായി നാം മനസ്സിലാക്കുന്ന ചില പ്രതീകങ്ങൾ വത്തിക്കാൻ സുനകദോസിന്റെ അടിസ്ഥാനത്തിൽ കത്തോലിക്ക സഭയുടെ മതബോധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ പ്രതീകങ്ങൾ 3 ഞാൻ മനസ്സിലാക്കുന്നത്: സഭ ഒരാട്ടിൻ പറ്റമാണ്, സഭ ദൈവത്തിൻ്റെ ഒരു വയലാണ് അല്ലെങ്കിൽ കൃഷിസ്ഥലമാണ്, സഭ മിക്കപ്പോഴും ദൈവജനം എന്ന് വിളിക്കപ്പെടാറുണ്ട്. ചിലപ്പോഴൊക്കെ ഉന്നതങ്ങളിലുള്ള ജെറൂസലേം, പുതിയ ജെറൂസലേം എന്ന് സഭ അറിയപ്പെടുന്നുണ്ട്. സഭയുടെ ഉത്ഭവവും ദൗത്യവും നമ്മൾ നോക്കിക്കാണുമ്പോൾ പിതാവായ ദൈവത്തിൻ്റെ പദ്ധതിയിൽ രൂപപ്പെട്ടതാണ് സഭ എന്നുള്ളത് പുത്രനായ യേശുവിൻ്റെ വാക്കുകളിലൂടെ നമുക്കെല്ലാം മനസ്സിലായല്ലോ. പത്രോസ് ആകുന്ന പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിതീർത്തും. പിതാവായ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഉത്ഭവിച്ചതാണ് ഈ പദ്ധതിയെന്ന് നിസ്സംശയം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ലോകാരംഭം മുതൽ മുൻകൂട്ടി സൂചിപ്പിക്കപ്പെട്ട ഒന്നാണ് നാം ഇന്ന് അംഗങ്ങളായിരിക്കുന്ന സഭ എന്ന് നിസ്സംശയം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കത്തോലിക്ക സഭയുടെ പ്രത്യേകമായ പഠനത്തിൻ്റെ അർത്ഥങ്ങൾ നാം മനസ്സിലാക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇച്ഛയുടെ സൃഷ്ടിയാണ് സഭ. അത് ലോകമെന്ന് വിളിക്കപ്പെടുന്നു. അതുപോലെ തന്നെ അവിടുത്തെ ഉദ്ദേശമാണ് മനുഷ്യരക്ഷ, അത് സഭയെന്ന് വിളിക്കപ്പെടുന്നു. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ ഒരുവനായ ക്ലെമന്റ് ഓഫ് അലക്സാണ്ട്രിയ പറഞ്ഞ വാക്കുകളാണ്. ദൈവത്തിൻ്റെ ഇച്ഛയാണ് സൃഷ്ടി, അത് ലോകമെന്ന് വിളിക്കപ്പെടുന്നു. അതുപോലെ അവിടുത്തെ ഉദ്ദേശമാണ് മനുഷ്യരക്ഷ, അത് സഭയെന്ന് വിളിക്കപ്പെടുന്നു. അതിൻ്റെ അർത്ഥം മനുഷ്യരക്ഷ സഫലീകൃതമാകുന്നത് ഈ സഭയാകുന്ന തൻ്റെ ഇച്ഛയിൽ വന്ന് ദൈവത്തിൻ്റെ പദ്ധതിയിൽ വന്ന് സഭയിലൂടെ മാത്രം എന്ന് നമുക്ക് രൂപപ്പെടുത്തി മനസ്സിലാക്കുവാൻ സാധിക്കും. പഴയ ഉടമ്പടിയിൽ ഇത് ഒരുക്കപ്പെട്ടതാണ് പുതിയ നിയമത്തിലെ സഭയെന്ന് നാം ഇന്ന് പറയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത്. ആരാണ് സഭ സ്ഥാപിച്ചത്? തീർച്ചയായും യേശു ക്രിസ്തുവിനാൽ സ്ഥാപിക്കപ്പെട്ടതാണല്ലോ സഭ. പത്രോസിനോട് കർത്താവ് പറഞ്ഞ വാക്ക് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. പത്രോസേ, നീ പാറയാണ്, ഈ പാറയാകുന്ന നിന്നിലൂടെ എൻ്റെ സഭയെ ഞാൻ പണിതീർത്തും. പരിശുദ്ധാത്മാവിനാൽ പ്രത്യക്ഷമാക്കപ്പെട്ട ആ സഭയെക്കുറിച്ച് നാം മനസ്സിലാക്കുന്നല്ലോ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദിമ ക്രൈസ്തവ സമൂഹത്തെ അവർ തന്നെ വിളിച്ച ഓമന പേരാണ് സഭയെന്ന്. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ നാം മനസ്സിലാക്കുന്നു, പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരുടെ മേൽ വന്നു കഴിയുമ്പോൾ അവർ പിന്നെ ഒരുമിച്ച് കൂടാൻ തുടങ്ങി, ഒരുമിച്ച് വചനം പങ്കുവെക്കാൻ തുടങ്ങി, ഒരുമിച്ച് ഈവൻ ഭക്ഷണങ്ങളും പങ്കുവെക്കാൻ തുടങ്ങി. പ്രാർത്ഥന, ഉപവാസം, പങ്കുവെപ്പ്, ഇതിലൂടെയൊക്കെ അവർ സഭയുടെ പരിശുദ്ധാത്മാവിൻ്റെ ഫലപ്രദമാക്കപ്പെട്ട രൂപീകരണം തങ്ങളുടെ ജീവിതത്തിലൂടെ അന്വർത്ഥമാക്കുന്നു. ഞാൻ കരുതുന്നു സഭ എന്താണെന്നും സഭയുടെ ഉത്ഭവം എന്താണെന്നും നിങ്ങൾക്ക് ഈ പങ്കുവയ്പ്പിലൂടെ മനസ്സിലായി എന്ന്. അടുത്ത സംശയം നമുക്ക് ഇനിയുള്ള പങ്കുവയ്പ്പിലൂടെ മനസ്സിലാക്കാം.